സമതലം കടന്ന് മലകളിലേക്ക്. ഐസക് ഈപ്പൻ എഴുതിയ നോവലെറ്റുകളിലെ ആദ്യ നോവലെറ്റ്. സമതലം കടന്ന് മലകളിലേക്ക്. അധ്യായം 1. ആഖ്യാനം സതീഷ് വൈഖരി. മഴയിൽ കുതിർന്ന ഒരു രാത്രിക്ക് ശേഷം ശാസ്താംപുറം ഉണർന്നു വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞാറാമ്മ പതിവ് പോലെ ഉറക്കമില്ലാത്ത ആ മഴരാത്രിയെ പിന്നിട്ട് ഗബ്രിയേലിന്റെ കട്ടിലിന് താഴെ ചുരുണ്ടുകൂടി കിടന്നു. പുലർച്ചെ അങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞാറാമ്മയിൽ ഓർമ്മയുടെ തിരകൾ വന്നടിക്കും. ഒന്ന് കൈ തൊടുന്നതിന് മുൻപ് ഇറങ്ങിപ്പോകുന്ന തിരയുടെ പിറകെ ഓർമ്മയുടെ മറ്റൊരു തിര. പുറത്ത് കാറ്റിന് ശക്തി കുറഞ്ഞെങ്കിലും ശമിച്ചിട്ടില്ല. കാറ്റിനൊപ്പം ആട്ടിൻകാട്ടത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ചൂര് അകത്തേക്ക് അടിച്ചു കയറുന്നു. അതവർക്ക് സുപരിചിതമാണ്. ആ ചൂരിലേക്ക് മൂക്കുവിടർത്തി കണ്ണടച്ച് ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് നോക്കിയാൽ കുഞ്ഞാറാമ്മയുടെയും ഗബ്രിയേലിൻ്റെയും അവരുടെ മുന്നിലും പിന്നിലുമുള്ള 3 തലമുറകളുടെയും ചരിത്രം വായിച്ചെടുക്കാം. ഇരുട്ടും വെളിച്ചവും പടരുന്ന ശാസ്താംപുറത്തിൻ്റെ കഥ കൂടിയാണത്. ആടുകൾ കരയുന്നത് ആ കിടപ്പിലും ഗബ്രിയേലിന് കേൾക്കാം. അയാൾ ഒന്ന് മുരടനക്കാൻ ശ്രമിച്ചു. ഗബ്രിയേലിന് ഇപ്പോഴും എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യാം. ശരീരം തളർന്നു പോയെങ്കിലും അയാളുടെ ചേതനയ്ക്കുള്ളിൽ ഇന്ദ്രിയങ്ങളുടെ ഒരു സൂക്ഷ്മലോകമുണ്ട്. ഓരോ മുരടനക്കത്തിലൂടെയും കണ്ണിലെ കൃഷ്ണമണിയുടെ വേലിയേറ്റങ്ങളിൽ നിന്നും കുഞ്ഞാറാമ്മ അയാളുടെ ആശയലോകത്തെ പിടിച്ചെടുക്കും. ശബ്ദമോ ലിപിയോ അക്ഷരങ്ങളോ ഇല്ലാത്ത ഒരു ഭാഷ ഗബ്രിയേലും കുഞ്ഞാറാമ്മയും ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർ അതിലൂടെ സംവദിക്കും, ചർച്ച ചെയ്യും. കടന്നുപോയ ഒരു കാലത്തിൻ്റെ നന്മകളെയും നെറുകേടുകളെയും കുറിച്ച് അവരുടേതായ ഭാഷയിൽ അവർ ഗവേഷണം നടത്തും. തീറ്റ തീർന്നിരിക്കുക, ഈ സമയത്ത് എവിടുന്ന് വാങ്ങാനാ? നേരം പുലരട്ടെ, നോക്കാം, അവർ പറഞ്ഞു. അയാൾ കണ്ണടച്ചു. പുറത്ത് മഴ ഏതാണ്ട് ശമിച്ചിരിക്കുന്നു. പക്ഷേ ചാറ്റലിൻ്റെ കിന്നാരം ഇടയ്ക്കിടെ ഓടിൻ്റെ ചെറുവിടവിലൂടെ എത്തുന്നുണ്ട്. കുഞ്ഞാറാമ്മയ്ക്ക് തണുത്തു. അവർ പിന്നിപ്പോകാറായ പുതപ്പ് ഒന്നുകൂടി ശരീരത്തിലേക്ക് വലിച്ചിട്ടു. പെട്ടെന്ന് തന്നെ അവർക്ക് ഗബ്രിയേലിൻ്റെ പുതപ്പിൻ്റെ സമകാലിക അവസ്ഥയെക്കുറിച്ച് ബോധം വരികയും അതിനാൽ തല പൊന്തിച്ച് അയാളെ നോക്കുകയും ചെയ്തു. മെല്ലെ വഴിവിട്ടുപോയ അയാളുടെ പുതപ്പ് നേരെയാക്കി തിരികെ വരുന്ന വഴി കൈകൊണ്ട് അയാളുടെ നെറ്റിയിൽ കുഞ്ഞാറാമ്മ തലോടി. അയാൾ പതുക്കെ കണ്ണു തുറന്ന് ഒന്ന് നോക്കിയിട്ട് വീണ്ടും അടച്ചു. മിക്കപ്പോഴും കണ്ണടച്ചാണ് ഗബ്രിയേൽ ആ കിടക്കയിൽ കിടക്കുന്നതെങ്കിലും പലപ്പോഴും അയാൾ ഉറങ്ങാറില്ല. കഴിഞ്ഞ 6 മാസമായി അയാളുടെ അവസ്ഥ അതാണ്. ഉറക്കവും ഉണർവും മനുഷ്യപക്ഷത്തിൻ്റെ ബോധാബോധങ്ങളാണ്. അതിൻ്റെ വൻകര താണ്ടിയവർക്ക് ഉറക്കവും ഉണർവും എല്ലാം ഒരുപോലെയാണ്. പഴയ ചില സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പള്ളിയിലച്ഛൻ ഒക്കെ ഇടയ്ക്കിടെ വന്ന് കിടക്കക്കരികിൽ നിൽക്കും. അവരുടെ സഹതാപം നിറഞ്ഞ കണ്ണുകളിലൂടെ സമകാലികമായ തൻ്റെ അവസ്ഥയെ ഗബ്രിയേൽ കാണും. അവർ പരസ്പരം പറയുന്നത് കേട്ട് കണ്ണടച്ചു കിടക്കും. നിശബ്ദതയുടെ ഈ താഴ്വാരത്തിലേക്ക് വീഴുന്നതിന് മുൻപ് ഗബ്രിയേലിനും ഉണ്ടായിരുന്നു ശബ്ദായമാനമായ ഒരു ലോകം. ആഹ്ലാദവും സങ്കടവും സ്നേഹവും ഒക്കെ ലഹരി തീർത്ത ഒരു ലോകം. ശാസ്താംപുറം എന്ന മലനാടിൻ്റെ നടവഴികളിലൂടെ കാലിയെ വിറ്റും ഇറച്ചിവെട്ടിയും ജീവിതം നയിച്ച ഒരാൾ. ഗബ്രിയേൽ തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നെന്ന് അയാളെ ആരൊക്കെയോ ചേർന്ന് വെട്ടിവീഴ്ത്തിയ ആ രാത്രിയിൽ ശാസ്താംപുറം നിവാസികൾ അടക്കം പറഞ്ഞു. റിജയുടെ വിവാഹ സൽക്കാരത്തിൽ ആളുകൾ ചിരിച്ചു പിരിയുകയും ആഹ്ലാദത്തിൽ മുങ്ങി നല്ല കള്ളിൻ്റെ ലഹരിയിൽ ഗബ്രിയേൽ പറക്കുകയും ചെയ്ത ആ രാത്രി. ഓർമ്മയിൽ അതൊക്കെ ഏതോ നരകത്തിലെ പ്രവൃത്തികളായി അലറുന്നു. ശാസ്താംപുറം എന്ന മലനാട്ടിലെ ഈ ചെറുപട്ടണത്തിലേക്ക് അപ്പൻ യാക്കോബിനും അമ്മ തെരേസയ്ക്കുമൊപ്പം എത്തുന്ന കാലം കുഞ്ഞാറാമ്മയ്ക്ക് ഓർമ്മയില്ല. ഓർമ്മ തിടം വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു അവരുടെ യാത്ര. ശാസ്താംപുറത്തെ മലമുകളിലൂടെ പാവാടയിൽ ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഇപ്പോഴും കുഞ്ഞാറാമ്മയുടെ മനസ്സിലുണ്ട്. പക്ഷേ അതെത്രാമത്തെ വയസ്സിലാണ് ഓർമ്മയിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ടതെന്ന് തിട്ടപ്പെടുത്താനാകുന്നില്ല. നിറയെ കാട് പിടിച്ചു കിടക്കുന്ന മലകളും താഴ്വരകളുമാണ് കുട്ടിക്കാലത്തിൻ്റെ മറ്റൊരോർമ്മ. പിന്നെ പന്നികളും പന്നികളോളം പോന്ന എലികളും. യാക്കോബ് അവളെ സ്നേഹപൂർവ്വം കുഞ്ഞി എന്നാണ് വിളിച്ചിരുന്നത്. യാക്കോബിനൊപ്പം 4 കുടുംബങ്ങൾ കൂടി പത്തനംതിട്ടയിൽ നിന്നും ശാസ്താംപുറത്തേക്ക് വന്നിരുന്നു. ഗബ്രിയേലിൻ്റെ അപ്പൻ പൗലോസും കുടുംബവും, പത്തനംതിട്ടയിലെ അയൽക്കാരായിരുന്ന മാധവൻ, പിന്നെ ഗബ്രിയേലിൻ്റെ ചെങ്ങാതിയായിരുന്ന സൈറസിൻ്റെ അപ്പൻ മിഖായേൽ.
ഇവരെല്ലാം കൂടി ചേർന്നാണ് ശാസ്താംപുരം എന്ന നാട് സൃഷ്ടിച്ചത്. അവർ പുറപ്പെട്ടു വന്ന ഗ്രാമത്തിന്റെ പേരായിരുന്നു അത്. പത്തനംതിട്ട ജില്ലയിലെ ശാസ്താംപുരം എന്ന ഗ്രാമത്തിന്റെ. ശാസ്താവിന്റെ പേരിലുള്ള ഒരു ക്ഷേത്രവും നിത്യസഹായ മാതാവിന്റെ പള്ളിയും മുഖത്തോട് മുഖം നോക്കി നിന്ന ഒരു ഗ്രാമം. പക്ഷേ ശാസ്താവും മാതാവും ജീവിക്കാനുള്ള അവരുടെ മോഹങ്ങളെ വേണ്ട പോലെ തുണച്ചില്ല. പരമ്പരാഗത കൃഷി തകരുകയും ഭീകരമായ വരൾച്ചയിൽ നാട് കരയുകയും ശാസ്താംപുരത്തിന്റെ ആകാശം പ്രകാശം നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് വഴുതുകയും ചെയ്യുന്നു എന്ന തോന്നലിലാണ് കിട്ടിയ വിലയ്ക്ക് വീടും പറമ്പും വിറ്റ് പൗലോസും യാക്കോബും മാധവനും മിഖായേലും കൂടി മലബാറിന്റെ വന്യമായ മലമ്പ്രദേശങ്ങളിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. അവർക്ക് മുമ്പേ വയനാട്ടിലും ആനക്കാംപോയിലും താമരശ്ശേരിയിലും വന്ന് ജീവിതം കണ്ടെത്തിയ അനേകർ അവരുടെ പ്രചോദനമായി മാറി. മലബാറിൽ അന്ന് ഭൂമിക്ക് വിലയൊന്നുമില്ലായിരുന്നു. ഭൂമിയാകട്ടെ വിത്തിനെ ഗർഭത്തിൽ പേറുന്നത് സ്വപ്നം കണ്ടുകിടക്കുന്ന കൗമാരക്കാരിയെപ്പോലെ ഫലഭൂയിഷ്ടമായിരുന്നു. പൗലോസിന്റെയും കൂട്ടരുടെയും പാറ പോലെ ഉറച്ച ആത്മവിശ്വാസം കൂടിയായപ്പോൾ മലബാറിന്റെ ഏകാന്ത വിദൂരമായ ആ മലനാട് മറ്റൊരു ശാസ്താംപുരമായി വളർന്നു. ഗബ്രിയേൽ വീണ്ടും ശബ്ദമുണ്ടാക്കി. അതിന്റെ സ്വരവ്യതിയാനങ്ങളിൽ നിന്നും അയാളുടെ ആത്മാവിന്റെ ആഗ്രഹങ്ങളെ ആവാഹിച്ച കുഞ്ഞാറാമ്മ മെല്ലെ എഴുന്നേറ്റ് അയാളെ ഒന്നുകൂടി നോക്കി. അയാൾ അപ്പോൾ കണ്ണുകൾ കൊണ്ട് ഒരു പാട്ടുപാടുകയായിരുന്നു. വേദനയും നിരാശയും നിറഞ്ഞ ഗാനം. ശാസ്താംപുരത്തിന്റെ മഴവീഥികളിലൂടെ ശബ്ദരഹിതമായി അത് ഒഴുകുന്നുണ്ടെന്ന് കുഞ്ഞാറാമ്മയ്ക്ക് തോന്നി. അതിൻ്റെ ഈരടികൾക്കൊപ്പം ചുവടുവെച്ച അവർ മൂത്രം ശേഖരിക്കുന്ന നീണ്ടുപരന്ന പാത്രമെടുത്ത് ഗബ്രിയേലിനെ തിരിച്ചു കിടത്തി. തുണിമാറ്റി പാത്രം വെച്ചു കൊടുത്തു. പാട്ടിനൊപ്പം നിശബ്ദമായി പാത്രം നിറഞ്ഞു. അയാൾ കണ്ണടച്ചു. മൂത്രം പറമ്പിലേക്ക് തൂവാൻ ചെന്ന കുഞ്ഞാറാമ്മയെ കണ്ട് ആടുകൾ കരഞ്ഞു. പൊഴിയുന്ന മഴയിലൂടെ ആടുകളോട് സംസാരിച്ച് ആകാശത്തേക്ക് നോക്കി തിരിച്ചു നടക്കുമ്പോൾ അവർ ഓർത്തു, ഗബ്രിയേൽ വീണുപോയതിനു ശേഷം അന്നം തരുന്നത് ഈ ആടുകളാണ്. ആടുകളോടുള്ള താൽപ്പര്യമായിരുന്നില്ല കുഞ്ഞാറാമ്മയെ ആടുവളർത്തലിൽ എത്തിച്ചത്. ഗബ്രിയേലിൻ്റെ നിർബന്ധം. 4 മക്കളെ വളർത്താനും പിന്നെ വീട്ടാവശ്യത്തിനുമുള്ള കാശ് ഗബ്രിയേൽ കാലിക്കച്ചവടത്തിലൂടെയും ഇറച്ചിക്കച്ചവടത്തിലൂടെയും ഉണ്ടാക്കിയിരുന്നെങ്കിലും കുഞ്ഞാറാമ്മയ്ക്ക് കൂടി ഒരു ചെറിയ കൈത്തൊഴിലുള്ളത് നല്ലതാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. പ്രത്യേകിച്ചും മക്കളെല്ലാം വളർന്ന് അവരുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ലഭിക്കുന്ന സമയത്തിൻ്റെ സമൃദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വെറുതെ ഇരുന്നാൽ പിത്തം പിടിക്കുമെന്ന് പണ്ട് പൗലോസ് ഇടയ്ക്കിടെ പറയുമായിരുന്നു. അങ്ങനെയാണ് ഒരാടിനെ വാങ്ങിയത്. അത് പിന്നീട് എണ്ണം വർദ്ധിപ്പിച്ചു. ഒരുപക്ഷെ തൻ്റെ വീഴ്ചയുടെ കാലങ്ങളെക്കുറിച്ചുള്ള ഗബ്രിയേലിൻ്റെ ദീർഘദർശനമായിരിക്കാം അത്. ആകെ ഇരുട്ട് മൂടിക്കിടക്കുന്നതിനാൽ സമയം നിശ്ചയിക്കാനാകുന്നില്ല. കുഞ്ഞാറാമ്മ അലമാര തുറന്ന് ഗബ്രിയേലിൻ്റെ പഴയ വാച്ചെടുത്തു നോക്കി. ചുവരിലെ ഘടികാരം ജീവനൊടുക്കിയിട്ട് കുറേ കാലമായി. അതിനുശേഷം ഗബ്രിയേലിൻ്റെ പഴയ വാച്ചാണ് സമയത്തിൻ്റെ മാനദണ്ഡം. ഗബ്രിയേൽ വീണതിനു ശേഷം അലമാരയിലെ ഇരുട്ടിൽ വിശ്രമിക്കുന്ന ആ സമയയന്ത്രത്തിന് വല്ലപ്പോഴും കിട്ടുന്ന മോചന നിമിഷമായിരുന്നു അത്. പക്ഷേ ആ വാച്ചിൽ തൊടുമ്പോഴൊക്കെ അവർ സങ്കടങ്ങളാൽ വീർപ്പുമുട്ടി. അതിൽ ഗബ്രിയേലിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം മാത്രമായിരുന്നില്ല, ചോരയുടെ മണവും കുടുങ്ങിക്കിടന്നിരുന്നു. റിജോയുടെ വിവാഹസന്ധ്യയുടെ ആ രാത്രി പറമ്പിൻ്റെ പിന്നാമ്പുറത്തുകൂടി ചാടിവന്ന 3 പേർ ഗബ്രിയേലിനെ ആക്രോശിച്ച് പശുവിനെ കശാപ്പ് ചെയ്യുന്നവനെ ഞങ്ങളും കശാപ്പ് ചെയ്യുമെന്ന് ഈണത്തിൽ പാട്ടുപാടി നീളൻ വടിവാളുകൊണ്ട് വെട്ടുമ്പോൾ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും സങ്കടങ്ങളുമായി ആ വാച്ചും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ പിഴച്ചുപോയ യന്ത്രങ്ങളിലൂടെയാണ് അയാളുടെ ചോര ഒഴുകിത്തെറിച്ച് ശാസ്താംപുരത്തിൻ്റെ മണ്ണിൽ വീണത്. സമയം 8 കഴിഞ്ഞിരുന്നു. കുഞ്ഞാറാമ്മ ഓർമ്മക്കൂട്ടുകളെ വിട്ട് അടുക്കളയിലേക്ക് കയറി. ആടിനു വേണ്ടതും ഗബ്രിയേലിനു വേണ്ടതുമെല്ലാം തരപ്പെടുത്തണം. അവർ ഓർമ്മകളുടെ പിടിപിടിവിച്ച് അടുപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ തുടങ്ങി. സമതലം കടന്ന് മലകളിലേക്ക്. ഐസക് ഈപ്പൻ എഴുതിയ നോവലിറ്റ് 1-ാം അധ്യായം സമാപിക്കുന്നു. ആഖ്യാനം സതീഷ് വൈഖരി.